എപ്പോഴും ഈ ഒന്നുകളുടെ സ്ഥാനം അല്ലെങ്കിൽ ഡിജിറ്റിന്റെ യൂണിറ്റ് ബേസ് ചോദിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ തരുന്നത്. ഇപ്പം 6⁻10 എന്നതിന്റെ ഡിജിറ്റിന്റെ യൂണിറ്റ് ബേസ് എത്രയായിരിക്കും? ഒറ്റയുടെ സ്ഥാനത്തായിരിക്കും 6 ആയിരിക്കും. 6⁻10 നിന്ന് 4⁻10 മൈനസ് ചെയ്താൽ 4⁻10 മൈനസ് ചെയ്താൽ അതിന്റെ യൂണിറ്റ് ബേസ് എത്രയാണ്? ഒറ്റയുടെ സ്ഥാനത്തായിരിക്കും. പെട്ടെന്ന് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഓപ്ഷൻ തരാം. കോമേഴ്സായ കുട്ടികൾ പ്രത്യേകിച്ച് അവരൊന്നും അവിടെ പിടിച്ചു വെക്കുക, ബാക്കിയുള്ളവർ പറയട്ടെ. 6420 എന്നാണ് ഓപ്ഷൻ ഉള്ളത്. 6⁻10 മൈനസ് 4⁻10 എന്നതിന്റെ യൂണിറ്റ് ബേസ് എത്രയാണ് എന്നാണ് എന്റെ ചോദ്യം. അറിയാവുന്നവർക്ക് ടൈപ്പ് ചെയ്യാം, അറിയാൻ പാടില്ലാത്തവർക്ക് ടൈപ്പ് ചെയ്യാം, എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. ദിയാ പറയോ? ആൻസർ കിട്ടിയോ? 2 ആണോ സാർ? 2 അല്ലല്ലോ സാർ. സഫ ആൻസർ കിട്ടിയോ? വൈക ആൻസർ കിട്ടിയോ? 6 ആരാ 6 പറഞ്ഞത്? 6 കുറെ ആൾക്കാർ 6 പറഞ്ഞിട്ടുണ്ട്. ശരി. 6⁻10 മൈനസ് 4⁻10 എന്നതിന്റെ ഡിജിറ്റിന്റെ യൂണിറ്റ് ബേസ് എത്രയാണെന്നാണ് കഴിഞ്ഞ വർഷം വന്ന ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഈ പവർ മാത്സ് അതിനുള്ള എക്സ്പെർട്ടൻസ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ചോദ്യം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഈ പ്രാവശ്യം ഏതായാലും ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 എന്നതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഈ മേലെ കാണുന്നത് കൃതി, അത് 10 ആണ്. എന്ന് പറഞ്ഞാൽ 6 10 പ്രാവശ്യം എഴുതി കൊടുക്കാനാണ്. 6 എത്ര പ്രാവശ്യം എഴുതി കൊടുത്താൽ അതിന്റെ ഒറ്റയുടെ സ്ഥാനത്തേക്ക് 6 ആയിക്കോട്ടും. 6⁻1 is equal to 6. 6⁻2 is equal to 6 into 6 36. 6⁻3 216. അല്ലേ? അപ്പൊ ഇവിടെ ഓരോ ഒറ്റയുടെ സ്ഥാനത്തേക്കും വരുന്നിടത്ത് നമുക്ക് ഇവിടെ അപ്പൊ ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും 6ന്റെ പവർ എത്രയായാലും അതിന്റെ യൂണിറ്റ് ബേസ് ഒറ്റയുടെ സ്ഥാനത്തേക്കും 6 ആയിരിക്കും. അപ്പൊ ഇയാളുടെ ഒറ്റയുടെ സ്ഥാനത്തേക്കും 6 ആണെന്നുള്ള ഗമനിച്ചു. മൈനസ് 4 പ്രത്യേകതയുണ്ട്. 4⁻1 is equal to 4. 4⁻2 is equal to 4 into 4. That is 16 ആണ്. 4⁻3 is equal to 64 ആണ്. 4⁻4 is equal to 256 ആണ്. ഇവിടെ നിങ്ങൾക്ക് വേറെ പ്രത്യേകത കാണാം. 4 എന്നതിന്റെ പവർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ 4 അവസാനിക്കുക. 4 എന്നതിന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ 4 അവസാനിക്കുക. Power of 4 is an even number, then the digit in the unit base always be 6 ആയിരിക്കും. അപ്പൊ 4ന്റെ പവർ കൃതി ഒറ്റസംഖ്യയാണെങ്കിൽ 4 അവസാനിക്കുന്നു. 4ന്റെ കൃതി ഇരട്ടസംഖ്യയാണെങ്കിൽ അത് 6 അവസാനിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയൂ, 4⁻100ന്റെ അവസാനത്തെ അക്കം ഏതായിരിക്കും? ഈ കോമേഴ്സായ കുട്ടികൾ മുൻപ് ഞാൻ എന്തായിരിക്കും വളരെ കോമേഴ്സ് കണ്ടിട്ട് 6 ആയിരിക്കും.
കോഹോസ്റ്റായ ഞാൻ എന്തെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ, നാലാം ശരിയാവുന്നിരിക്കും. കോഹോസ്റ്റായ കുട്ടികൾക്ക് കിട്ടുന്നില്ല. സപ്പറേറ്റ് കോഹോസ്റ്റാണ് ഇവിടെ 4/100 ഒറ്റയുടെ സാധ്യതയാക്കം എത്രയാണ്? 6. 6. എന്തുകൊണ്ടാണ്? അതിന്റെ Power even number. പവർ ഇരട്ടസംഖ്യയായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പവർ 4ന്റെ ഇരട്ടസംഖ്യ ആകുമ്പോൾ 6 അവസാനിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോയി നോക്കാം. ഇവിടെ 6/10 6ന്റെ പവർ എത്ര തന്നെയായാലും 6 അവസാനിക്കുന്നു. 4ന്റെ പവർ ഇരട്ടസംഖ്യ ആകുമ്പോൾ അത് 6ലാണ് അവസാനിക്കുക. 6 മൈനസ് ചെയ്താൽ 0 നമ്മുടെ ആൻസർ 0 ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എന്താ മനസ്സിലായി. പറയാൻ Yes, എല്ലാരും yes എന്ന് പറയും. Yes. ഓക്കെ, ഒന്നും സൗണ്ട് വരുന്നില്ല. ഉറക്കെ Yes, പറയൂ. sir. Yes, sir. Yes, sir. കുട്ടികൾ അവരുടെ പേരെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന പേരെന്ന് പറഞ്ഞ് സ്കൂളിന്റെ പേര് പറഞ്ഞാൽ St. Joseph Boys Higher Secondary School. പേരെന്താ? അടുത്ത ആള് Makuta School. പിന്നെ സെന്റ് ജോസഫ് മാക്കൂട്ടം വന്നു. പിന്നെ ശരി, ഫെർമിൻ ജോസഫ് വണ്ടിക്കൂടെ അല്ല, ഞാൻ ഇടുക്കിയാണ് സാർ. ഇരിക്കുക. ശരി, ആയിക്കോട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞ വർഷം വന്ന് ചോദ്യമാണ്. ഇനി കഴിഞ്ഞ വർഷം വന്ന് വേറൊരു ചോദ്യം പരിചയപ്പെടുത്തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ പവർമെന്റ്സിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ഞാൻ പരിചയപ്പെടുത്തരാം. ആയിക്കോട്ടെ. 3/10 ഇതിന്റെ കൂടെ എത്ര കൂട്ടിയതാണ് 3/11 ലഭിക്കുക? കൂടെ എത്ര കുട്ടികളാണ് 3/11 ലഭിക്കുക? അറിയാവുന്ന കുട്ടികൾക്ക് ആൻസർ പറയാം. ഞാൻ മൈക്ക് ഓൺ ചെയ്ത് വെക്കാം. പറയൂ. 3/10. 3/1. അപ്പൊ ശരി, 3/1. 3/1. 3/10. 3/10. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. 3/1 അല്ല മക്കളെ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതി കൊടുത്തു കഴിഞ്ഞാല് മാർക്ക് കിട്ടില്ല. എത്തണം. നിങ്ങളോട് ഞാൻ ചോദിച്ചത് 3/10 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് 3/1 ആണ്. അത് 10+1 ആണ്. ഇവിടെ ഗുണനം എന്ന ചിഹ്നമാണുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. ഇവിടെ പ്ലസ് സമ്മ് കാണുന്നതാണ്. രണ്ട് എങ്ങനെ ശരിയാണ്? നിങ്ങൾ എന്തായി പറയുന്നത്? 4ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10 കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താണ് മറുപടി? 6. ഒന്ന് വിളിച്ച് പറയൂ. എന്ത് കോഹോസ്റ്റായാലും ഉണ്ടായിരിക്കുന്നത് കോഹോസ്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് വളർത്താൻ പറഞ്ഞൂടെ? 4ന്റെ കൂടെ എത്ര കുട്ടിയാലാണ് 10 കിട്ടുക എന്ന് ചോദിച്ചാൽ മറുപടി എന്താണ്? 6. 6. ഇപ്പൊ 4ന്റെ കൂടെ 6 കുട്ടിയാലാണ് 10 കിട്ടുക എന്ന് പഠിച്ചു. അതെങ്ങനെ 4നെ
അതേ സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നു 4നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 10 കിട്ടുക എന്നുള്ള ചോദ്യത്തിന് വസ്തുതയില്ല. അതുകൊണ്ട് അത് 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ അതേപോലെ 10 ആവുമെന്നില്ലല്ലോ. അതേപോലെ നിങ്ങളോട് 3/10 കൂടെ എത്ര കൂട്ടിയതാണ് 3/11 എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് 3ന് ഉത്തരം പറയുക? കാരണം ഇവിടെ 3/10 3 കൊണ്ട് ഗുണിച്ചാൽ 3/11 കിട്ടും. അത് നിങ്ങൾ പഠിച്ച കൃത്യത നേരപ്രകാരം 3/10 പ്ലസ് ഇവിടെയുള്ള ഈ പവർ 1 കൂടി കൂട്ടിയിട്ടാണ് 3/11 കിട്ടുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യം 3/10 എത്ര കൂട്ടിയതാണ് 3/11 കിട്ടുക എന്ന് ചോദിച്ചാലും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ പറഞ്ഞതുപോലെ എഴുതി വെക്കുക. 3/10 എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 3/11 കിട്ടുക എന്നത് നിങ്ങൾക്കറിയാം. അതിന്റെ ആൻസർ സിമ്പിൾ ആണ്. അത് 3/1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊന്നിലേക്ക് കയറി പോകാം. ഈ 3/10 into 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പൊ 3/10 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/11 കിട്ടും എന്നതാണ് സത്യം. ഇനി ഇതിന്റെ അർത്ഥം എന്താണ്? 3/10 into 3 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 3/10 3 തവണ എഴുതി കൂട്ടിയാൽ 3 times എഴുതി കൂട്ടിയാൽ 3/11 കിട്ടുമെന്നല്ലേ? ഇനി നമ്മുടെ ചോദ്യം എന്താണ്? നമ്മുടെ ചോദ്യം? 3/10 എത്ര കൂട്ടിയാൽ 3/11 കിട്ടും എന്നല്ലേ ചോദ്യം. അപ്പൊ ഒരു കാര്യം ഇവിടുന്ന് വ്യക്തമായി. 3/10 3 പ്രാവശ്യം കൂട്ടിയാൽ 3/11 കിട്ടും എന്നായി. നിങ്ങളുടെ 3 3/10 ഒരു 3/10 ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 2 3/10 കൂടെ എഴുതി കൊടുത്താണ്. അപ്പൊ നിങ്ങൾ ഓപ്ഷനില് ഇങ്ങനെ 2 3/10 ഉണ്ടാവില്ല. പകരം അവർ കൊടുക്കുക ഷോർട്ട് ആയിട്ടാണ് കൊടുക്കുക 2 into 3/10 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ 2 into 3/10 എന്നാകും. കുട്ടികൾക്ക് ഇത് മനസ്സിലായോ? മറ്റുള്ള കുട്ടികൾക്ക് ഞാൻ ചോദിച്ചു നോക്കാം. മനസ്സിലായി സാർ. മനസ്സിലായി. മറ്റുള്ള കുട്ടികൾ ചോദിച്ചു നോക്കട്ടെ എന്താണ് അവരുടെ സ്ഥിതി? കോമേഴ്സ് എന്ന് വിവരിക്കേണ്ടി വരും. യെസ്, മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? സ്ഥിതിയില്ല. മനസ്സിലായി. മനസ്സിലായി എന്നതിൽ സന്തോഷം. മനസ്സിലാകാത്തവർ വീണ്ടും ചെയ്ത് പഠിച്ചാൽ ഇതിങ്ങനെ ചോദിക്കുക. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് 3/1 എന്തെങ്കിലും എഴുതി പോകരുത്. ഗുണനമാണ് 1 + 1 എന്ന് മനസ്സിലാക്കുക. ശരി, അടുത്ത ചോദ്യം ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ ചിത്രം വരയ്ക്കാം. കഴിഞ്ഞ വർഷം വന്ന ചോദ്യമോ? നമുക്ക് ചിത്രത്തിലേക്കൊന്ന് പോകാം. ആദ്യം നിങ്ങൾക്ക് ഒരു സ്ക്വയർ വരയ്ക്കും. സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം. സാധാരണ നമ്മൾ കൊടുക്കുന്ന പേര് ABCD എന്നാണ്. ABCD പേര് കൊടുക്കും. പേര് കൊടുത്തതിന് ശേഷം ബിയിൽ നിന്ന് ഒരു ലേശം വിട്ടിട്ട് ഒരു 2 സെന്റിമീറ്റർ അടയാളം. ഇവിടുത്തെ സിയിൽ നിന്ന് അതേ അളവ് തന്നെ 2 സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ അടയാളം. ഡിയിൽ നിന്നും അതേ അളവിലുള്ള 2 സെന്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ അടയാളം. അതുപോലെ എയിൽ നിന്ന് ഇവിടെയും നിങ്ങൾക്ക് 2 സെന്റിമീറ്റർ വിടാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവ തമ്മിൽ യോജിപ്പിക്കുകയാണ്. ഇങ്ങോട്ട് പറയുക, ഇത് ഇങ്ങോട്ട് വിടുക, ഇത് ഇങ്ങോട്ടേക്ക് വരിക,
ഇത് ഇങ്ങോട്ടേക്ക്. അപ്പൊ മിഡില് ഒരു സ്ക്വയർ കിട്ടണം. ഞാനിവിടെ അളവ് നിർത്താതെ വരച്ചുകൊണ്ടാണ്. അപ്പൊ മിഡിലുള്ള സ്ക്വയർ ആണ്. ആ സ്ക്വയർ നമുക്ക് പേര് കൊടുക്കും. എന്താ പേര് കൊടുക്കുന്നത്? പി ക്യു ആർ എസ്. പി ക്യു ആർ എസ്. ഈ പി ക്യു ആർ എസ് എന്ന ഈ ഒരു മിഡിലുള്ള ഈ സ്ക്വയറിന്റെ ഏരിയ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഏരിയ ഓഫ് പി ക്യു ആർ എസ് 40 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ മീറ്റർ സ്ക്വയറോ സെന്റിമീറ്റർ സ്ക്വയറോ പറയും. നിങ്ങളുടെ ചോദ്യം ഇതാണ്: ഈ പുറമെ കാണുന്ന ABCD എന്ന ഈ ഒരു സ്ക്വയറിന്റെ ABCD എന്ന ഈ സ്ക്വയറിന്റെ ABCDയുടെ ഒരു സൈഡ് എത്രയാണ്? ഒരു വശം എത്രയാണ്? ആ ചോദ്യം എടുത്തേക്കും. ABCD എന്ന സ്ക്വയറിന്റെ എയിൽ നിന്നും 2 സെന്റിമീറ്റർ വിട്ടും ബിയിൽ നിന്നും 2 സെന്റിമീറ്റർ വിട്ടും സിയിൽ നിന്നും 2 സെന്റിമീറ്റർ വിട്ടും ഡിയിൽ നിന്നും 2 സെന്റിമീറ്റർ വിട്ടും ഓരോ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. ശേഷം അത് കൂട്ടി യോജിപ്പിച്ച് ഒരു ചതുരം ഉണ്ടാക്കുന്നു. ആ ചതുരത്തിന്റെ ഏരിയ 40 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എങ്കിൽ ABCD എന്ന വലിയ ചതുരത്തിന്റെ അളവ് എത്ര? മൈക്ക് ഓൺ ചെയ്യാം. അറിയാവുന്ന ഒരു പേര് പറയാം. സഫ, കേൾക്കാമോ ഈ ചോദ്യം? സഫ പോയിരുന്നു. മാക്കൂട്ടം കുട്ടി, ഇതിന്റെ ആൻസർ അറിയാം? നോ സർ. അറിയില്ല. ഇനി ആർക്കെങ്കിലും ഇതിന്റെ ആൻസർ അറിയാമോ? നിങ്ങൾക്ക് ഓപ്ഷൻ വേണോ? ഓപ്ഷൻ തരാം. 6, 7, 8, 9 ഒക്കെ സെന്റിമീറ്ററിലാണ്. 6 പറഞ്ഞ കുട്ടി എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയുന്നേ. 6 ആണ് ശരി. അത് എങ്ങനെ കിട്ടിയെന്ന് കൂടി പറഞ്ഞാലാണ് ഞാൻ അംഗീകരിക്കും. ആ പറയൂ. നമ്മള് 2 സെന്റിമീറ്റർ വിട്ടിട്ടില്ല. സ്കൂളിന്റെ പേര് പറയൂ. സെന്റ് ജോസഫ് HSS ഹയർ സെക്കൻഡറി സ്കൂൾ, തലശ്ശേരി. തലശ്ശേരി. ആ, എന്താ പേരെന്താണ്? കൗശിക്. ആ, എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം കിട്ടുന്നത്? നമ്മള് ഉള്ളിലത്തെ സ്ക്വയർ വരക്കാന് ഓരോ സൈഡിൽ നിന്ന് 2 സെന്റിമീറ്റർ വിട്ടിട്ടില്ല വരച്ചത്. അപ്പോ ആ 2x2x2, അതായത് 2x2x2 ചെയ്തപ്പോ 16 കിട്ടി. 40 16 കുറച്ച് സാറാണ്, അന്നേരം 24 കിട്ടി. 6x4 24 അല്ലേ? അപ്പൊ 6 കിട്ടി. ഒന്നുകൂടി പറഞ്ഞേ. നമ്മൾ ഈ ഉള്ളിലത്തെ സ്ക്വയർ വരക്കാന് 2 സെന്റിമീറ്റർ ഓരോ സൈഡിൽ നിന്നും വെട്ടിട്ടാണ് വരച്ചത്. അപ്പൊ 2x2x2 ചെയ്തപ്പോ 16 കിട്ടി. ആ 40 16 കുറച്ചപ്പോ 24 കിട്ടി. 6x4 24 ആണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ 6 അങ്ങനെയാ സാറ് കിട്ടിയത്. അല്ല, പിന്നെ 8ലേക്ക് എങ്ങനെ വന്നു? 8ആണോ 6ആണോ? എത്രയാ ആൻസർ? 6 ആണ്. അപ്പൊ 6 അല്ല ആൻസർ. 6 ആൻസർ അല്ല. വേറെ ആരെങ്കിലും
ഇതിന്റെ ആൻസർ 8ആണ്. ശരി, ഇത് ഞാൻ വിശദീകരിക്കണോ? ഉണ്ടെന്നില്ല. Yes. നിങ്ങളൊന്ന് സ്മാർട്ടായിട്ട് മറുപടി പറയണം, എന്നാലാണ് എനിക്ക് ഇത് പറയാൻ തോന്നും. അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഉറങ്ങുന്നതായിരിക്കും. ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളാണ്, അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നതായിരിക്കും. ശരി, ഇവിടെ 2 സ്ക്വയർ ആണ് പ്രശ്നം. അതിലൊരു സ്ക്വയറിന് ഉള്ളിലാണുള്ളത്, ഒരു സ്ക്വയർ പുറത്താണുള്ളത്. 2 സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ഉള്ളിലുള്ള സ്ക്വയർ വരച്ചിരിക്കുന്നത്. ഇവിടെ എനിക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്കുള്ള വശങ്ങളുടെ കണക്ഷൻ നിങ്ങൾ പഠിച്ചതാണ്, അത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലേക്കുള്ള പ്രശ്നം ഇപ്പൊ ഇവിടെ 4 ഇത് 3 ആണെങ്കിൽ ഈ കർണത്തിന്റെ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? 4ഉം 3ഉം കൂട്ടിയാൽ അതിനെക്കാട്ടും വലുത്. അല്ല, അതെന്തായാലും ആയിരിക്കും, പക്ഷെ അത് നീളം എത്രയാണ്? 4ന്റെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ അതായിരിക്കും ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ 16 ആണ്, 3 സ്ക്വയർ 9 ആണ്. 16 9 കൂട്ടിയാൽ 25 ആണ്. ആ 25ന്റെ സ്ക്വയർ കൂട്ടായ 5 ആയിരിക്കും ഉത്തരം, അല്ലേ? യെസ് സർ. യെസ്, അത് ശരി, അത് മനസ്സിലായി. ഇനി എന്ത് ചോദ്യം? ഇവിടെ 24 ഇവിടെ 24 ഇവിടെ 10 ആണെങ്കിലോ? പറയോ? 24ന്റെ സ്ക്വയർ 576, 10ന്റെ സ്ക്വയർ 100, രണ്ടും കൂടി കൂട്ടിയാൽ 676. 676ന്റെ സ്ക്വയർ റൂട്ടായ 26 ഇവിടെ കിട്ടുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ വ്യത്യാസം? പിന്നെ പരീക്ഷയ്ക്ക് വന്നതൊക്കെ എഴുതാൻ പറ്റും നിങ്ങൾക്ക്. പിന്നെ എക്സാമിനേഷൻ വന്നാൽ ഇതൊക്കെ എഴുതാൻ പറ്റും. എനിക്ക് മനസ്സിലാകുന്നില്ല. ശരി, ഇതൊക്കെ പരീക്ഷയ്ക്ക് വരും ചോദ്യം, അപ്പൊ നിങ്ങൾ ഇല്ലാന്നും പറയുന്നു. ശരി, അടുത്തത് നേരെ തിരിച്ച് നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ആണ് നേരത്തെ കണ്ടുപിടിച്ചത്. ഈ സൈഡ് നിങ്ങൾക്ക് 5 തന്നു, ഈ ഒരു സൈഡ് നിങ്ങൾക്ക് 3 തന്നു. ഇവിടെയുള്ള സൈഡ്സിലേക്ക് 4 സർ. 4 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? 5ന്റെ സ്ക്വയർ മൈനസ് 3യുടെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ മൈനസ് 3ന്റെ സ്ക്വയർ. അവിടെ മൈനസ് ചെയ്തു, കാരണം 5 വലുതായിരുന്നു. 5 സ്ക്വയർ 25 ആണ്, 3 സ്ക്വയർ 9 ആണ്. 25 9 മൈനസ് ചെയ്താൽ 16 കിട്ടും. ആ 16ന്റെ സ്ക്വയർ റൂട്ടായ 4 ആണ് നിങ്ങൾ എഴുതി കൊടുക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വരാം. ഇത് കഴിഞ്ഞ വർഷം ഒരു ചോദ്യമാണ്. ഇവിടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് പരിഗണിക്കാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെന്ന് ഉറപ്പിക്കാൻ കാരണം ഇത് 90 ഡിഗ്രിയാണ് ഒരു ആംഗിൾ. ആ ആംഗിൾ 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ആദ്യം ഇതിന്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ തന്നിരിക്കുന്നത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഉള്ളിലുള്ള ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു സ്ക്വയർ തന്നിട്ട് നിങ്ങൾക്ക് ഏരിയ 25 എന്ന് തന്നാൽ അതിന്റെ ഒരു സൈഡ് എത്രയാണ്?
5. എന്താ മക്കളെ എന്താ എല്ലാം ദേഷ്യം പിടിപ്പിക്കുന്നത് ഒരൊറ്റ നമ്മൾ അറിയില്ല. നിങ്ങൾക്കൊരു ഒരു സൈഡ് എത്രയാണ്? 5. ഒന്നും പറയുന്നത് കോമ്പോസ്റ്റായ 2 കുട്ടികൾ മുന്നോട്ട് വരാണ്. ഉള്ള കോമ്പോസ്റ്റ് മണ്ടൊന്നുമില്ല. നിങ്ങളുടെ ഒരു സ്ക്വയറിന്റെ ഏരിയ 36 തന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൈഡ് എത്രയാണ്? 6. മനസ്സിലായി. ഇനി ഞാനത് മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ് വായി. പക്ഷെ കോമേഴ്സായ 2 കുട്ടികൾ ഒന്നിങ്ങനെ ഒച്ചെടുക്കണം, അറിയാതെ പാടെങ്കിലൊക്കെ അത് സംസാരിച്ചോണ്ടിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. ക്ലാസ് കൊടുക്കുന്നത് ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു കുട്ടി മുന്നോട്ട് വരും, 2-3 കുട്ടികൾ സ്മാർട്ടായിട്ട് മുന്നോട്ട് വരിക. നിങ്ങളുടെ പേരൊന്നും പറയരുത്, നിങ്ങൾ ഇത് മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അറിയും. ഇവിടെ ഈ ഉള്ളിലുള്ള ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ നിങ്ങൾക്ക് 40 തന്നാൽ ഇതിന്റെ ഈ ഒരു സൈഡ് എത്രയാണ്? അതെങ്ങനെയാണ്? ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ 40 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഏരിയ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഏരിയ 25 തന്നപ്പോൾ നിങ്ങൾ 5 കണ്ടുപിടിച്ചത് √25 ആണ്. ഇവിടെ നിങ്ങൾക്ക് 36 ഞാൻ തന്നപ്പോൾ നിങ്ങൾ 6 കണ്ടെത്തി √36 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു സൈഡ് എത്രയായിരിക്കും? 10 ആണോ? Sir, 40 സ്ക്വയർ നമ്പർ അല്ലല്ലോ. അല്ലെങ്കിൽ അതിന് മറുപടി ഇല്ലേ? 8. മറുപടി ഇല്ലേ? 6. അതെങ്ങനെയാ? 8. നിങ്ങൾ ഇങ്ങനെയാണ് അതിന് മറുപടി പറയുന്നത്. ഇതിന്റെ ഏരിയ നിങ്ങൾക്ക് 40 ആണ് തന്നതെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് √40 ആയിരിക്കും. 40 എന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. 36 ആയിരുന്നെങ്കിൽ നമുക്ക് 6 പറയാമായിരുന്നു, 25 ആയിരുന്നെങ്കിൽ നമുക്ക് 5 പറയാമായിരുന്നു. പക്ഷേ √40 എന്ന് തന്നെ കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡ് മനസ്സിലായി, √40 ആണെന്ന്. ശരി, ഇനി അടുത്ത ഇതിലേക്ക് വരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ ഈ കാണിക്കുന്ന ഈ വലിയ ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ് നിങ്ങളോട് ചോദിച്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി അടുത്ത എന്റെ പ്രശ്നം ഇതാണ്, അതിന് മറുപടി നിങ്ങൾ പറയണം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് 2 തന്നു, ഈ ഒരു സൈഡ് √40 തന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സൈഡ് കണ്ടെത്തലാണ്. അപ്പം നമുക്ക് ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടെത്തണം. അത് കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? √40 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ മൈനസ് ചെയ്യണം നിങ്ങൾ. √40 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ മൈനസ് ചെയ്യുന്നു. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു റൂട്ടിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ സംഖ്യ തന്നെയാണ് എഴുതാറ്. ഉദാഹരണത്തിന് √9 അതിനെ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ അതിന്റെ ആൻസർ 9 തന്നെയാണ്. √4 നിങ്ങൾ സ്ക്വയർ ചെയ്താൽ അതിന്റെ ആൻസർ 4 തന്നെയാണ്. കാരണം √9 എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ റൂട്ടിന്റെ 9 ആയിട്ട് 3 അല്ലേ? 3ന്റെ സ്ക്വയർ വരുന്നത്. √4 എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 അല്ലേ? 2ന്റെ സ്ക്വയർ 4. അപ്പൊ √40 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 40 തന്നെയാണ്. 40 നിന്ന് 2ന്റെ സ്ക്വയർ ആയ 4 നിങ്ങൾ മൈനസ് ചെയ്യുന്നു, നിങ്ങൾക്ക് 36 കിട്ടുന്നു. നേരത്തെ പറഞ്ഞ പോലെ 36ന്റെ സ്ക്വയർ റൂട്ടായ 6 ആണ് ഇവിടെ വേണ്ടത്. അത് ഈ PBയുടെ നീളമാണ്, ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളമാണ്. നിങ്ങളോട് ചോദിച്ചത് ഇതിന്റെ മൊത്തം നീളമാണ്. അപ്പൊ 6 2 8 ആണ് നമ്മുടെ ഉത്തരം. വല്ലോ മനസ്സിലായോ?
യെസ് സാർ. ഉണ്ടല്ലേ പർവീൻ ജോസ് ഇങ്ങനെ ഇങ്ങനെ പറയുന്നതല്ലാണ്ട് ആവശ്യത്തിന് വർത്താനം പറയുന്നില്ല. ശരി, മറ്റുള്ള കുട്ടികളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ മക്കൾ. സാറേ പറയാം. അപ്പൊ സൈഡിന്റെ സൈഡിൽ വരിക, സൈഡിന്റെ വരിക ആ ചെറിയ സ്ക്വയറിൽ ഉള്ളത്തെ. ആ അപ്പൊ 6 × 6 36 വരും, 40 വരില്ലല്ലോ. മനസ്സിലായില്ല. എവിടെ വരുന്നത്? ഉള്ളത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലല്ല, ഇവിടെ ഈ ഉള്ളിലത്തെ സംഗതി നമുക്ക് റൂട്ട്, കാരണം ഉള്ളിലത്തെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എത്ര, 40 സെന്റിമീറ്റർ സ്ക്വയർ എന്നല്ലേ ഉള്ളിലത്തെ തന്നിരിക്കുന്നത്, ശരിയല്ലേ? ആ, ഉള്ളിലത്തെ 40 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറമേക്ക് കാണുന്ന ഉള്ളിലത്തതിന്റെ 40 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡത്തേക്ക് റൂട്ട് 40 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉള്ളിലത്തെ റൂട്ട് 40 ആണ്. അപ്പൊ ഉള്ളിലത്തതിന്റെ എല്ലാത്തിന്റെയും ഓരോ സൈഡ് റൂട്ട് 40 ആണ്. അപ്പൊ റൂട്ട് 40 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 40 പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ റൂട്ട് 40 എന്ന് കൊടുത്തു. ഈ റൂട്ട് 40 കൊടുത്തപ്പം നമ്മൾ ഈ പീസ് കൊണ്ടെടുത്തു. ഇവിടെ 2 ഉണ്ട്, ഇവിടെ റൂട്ട് 40 ഉണ്ട്. ഇവിടെയുള്ള കരണത്തിന്റെ വശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് വരുന്നത്. അത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? റൂട്ട് 40 സ്ക്വയറിൽ നിന്ന് 2 സ്ക്വയർ കുറയ്ക്കുന്നു. റൂട്ട് 40 സ്ക്വയർ 40 തന്നെയാണ്. അപ്പൊ ഇവിടെ 4 കുറയ്ക്കുന്നു. 40 4 കുറച്ചാൽ 36 കിട്ടുന്നു. ആ 36 സ്ക്വയർ 6 കിട്ടുന്നു. ക്ലിയർ ആയോ? ആരാണ്, ഏത് സ്കൂളാണ് കുട്ടി? GVHS കൽപ്പറ്റ. GVHS കൽപ്പറ്റ. എന്താ പേര്? മുഹമ്മദ് ഷിഫാൻ. മുഹമ്മദ് ഷിഫാൻ. ഇപ്പൊ കാര്യം മനസ്സിലായോ? മുഹമ്മദ് ഷിഫാൻ ഒക്കെ ഒന്ന് കോമേഴ്സ് മുന്നോട്ട് വന്നൂടെ? മുഹമ്മദ് ഷിഫാൻ ആണ് വിവേചിച്ചെടുക്കാൻ കിട്ടിയത്. കൽപ്പറ്റ ഏത് സ്കൂളാ? കൽപ്പറ്റ GVHS ആണല്ലേ? ശരി, ഓക്കെ. അപ്പൊ ഇവിടെ ഇത് മറ്റുള്ള കുട്ടികൾ എന്താ പറയുന്നത്? ഒന്നുകൂടി പറയണം. വേണ്ട. ബാക്കി നിങ്ങൾ ഇതിന്റെ കണ്ടുപിടിച്ചോളൂ എന്ന് വിചാരിക്കുക. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. കാരണം എത്ര ചോദ്യങ്ങളാണ് എനിക്ക് പരിചയപ്പെട്ടത്. കാരണം ഇതാണ് പ്രീവിയസ് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ ആദ്യം ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതാ ചോദ്യം വരുന്നു. അടുത്ത ചോദ്യം 3/9 is equal to k/36. എങ്കിൽ കെയുടെ വില എത്രയാണ്? 36 അല്ലേ? അല്ല, സർ 12. 2 വഴികളിലൂടെ കാണാം. ഒരു വഴി ഇതാണ്. നോക്കാം നമുക്ക്. ഒരു വഴി നിങ്ങൾക്ക് ഇവിടെ തന്നെ അറിയാം. 9നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 36 കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി, സംഭവം തീർന്നു. അതൊരു വഴി. ഇനി അല്ലെങ്കിൽ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. ഈ 36നെ 3 കൊണ്ട് ഗുണിക്കുക. 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? നോക്കിയിട്ട് കൂടി പറയുന്നില്ല. എല്ലാവർക്കും സങ്കടം. 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 108. സമം 9K എന്ന് വരുന്നു. 9K 108 ആയാൽ K is equal to
മൾട്ടിപ്പിൾ ആക്കാൻ പോയാൽ 108/9 എന്നായിട്ട് മാറും. 108 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 12. അങ്ങനെയും മാറും, അങ്ങനെയും. അപ്പം ഈ കാര്യങ്ങൾ ഒക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. പോകാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. ചില കുട്ടികൾ തറുമുറി പലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പല പ്രാവശ്യം വീഡിയോ ചെയ്താണ്. ചോദ്യം ഞാൻ പറയാം. 2n ഒമ്പത്തെ തന്നു. 2n into 2n plus 1 minus 1 is equal to 2016. ഇത് കഴിഞ്ഞ ദിവസം ചെയ്തല്ലേ? ചെയ്താ? അല്ല, ഇത് ഹോംവർക്ക് ആയിരുന്നു, സോറി. ഹോംവർക്ക്. അപ്പൊ ഇതിവിടെ ചെയ്ത് കാണിക്കണോ? വേണ്ട. വേണം. അപ്പൊ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇവിടെ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, 2 എന്ന സംഖ്യക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 2ന്റെ പവറായിട്ട് നിങ്ങൾ ഏതൊരു നാച്ചുറൽ നമ്പർ എഴുതിയാലും അതിന്റെ പകുതി ചോദിച്ചാൽ അതിൽ നിന്ന് 1 കുറച്ചാൽ മതി എന്ന് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. 2/10 പകുതി 2/1. ഇനി 2/3 എന്നതിന്റെ പകുതി എത്രയാണ്? 2/2 ആണ്. 2/3 8ആണ്, മറ്റു 4ആണ്. ഇനി 2/3 എന്ന സംഖ്യയുടെ ഇരട്ടി ഡബിൾ എത്രയാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സൗകര്യം ഉണ്ട്, 2/4. കാരണം 2/3 8ആണ്, 2/4 16ആണ്. അപ്പൊ ഇവിടെ പകുതി കാണുന്നവർ 1 കുറയ്ക്കുകയും ഇരട്ടി കാണുന്നവർ 1 കൂട്ടുകയും ചെയ്താൽ മതി എന്നത് കാര്യം 2ന്റെ കാര്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ 2ന് കിട്ടിയ മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. 2ന് കിട്ടിയ വേറൊരു ബഹുമതി, ഈ 2ന്റെ മേലെ ഏതൊരു നാച്ചുറൽ നമ്പർ എഴുതിയാലും അത് എപ്പോഴും ഈവൻ നമ്പർ ആയിരിക്കും. 2/1 is equal to 2, 2/2 is equal to 4 ഈവൻ നമ്പർ ആണ്. 2/3 is equal to 8 അത് ഈവൻ നമ്പർ ആണ്. അപ്പൊ 2ന്റെ മേലെ നിങ്ങൾ ഏതൊരു നാച്ചുറൽ നമ്പർ എഴുതിയാലും അത് ഈവൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇരട്ട സംഖ്യയാണ്. അത് വ്യക്തമായി. ഇൻഡു അപ്പൊ 2/n എന്നതിന്റെ ഭാഗം ഒരു ഈവൻ നമ്പർ ആണെന്നുള്ള കാര്യം വ്യക്തമായി. ഇനി 2/n+1 ഒരു ഈവൻ നമ്പർ ആയിരിക്കും. കാരണം ഇതിന് നിങ്ങൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്താലും 1 കൂട്ടിയാൽ കിട്ടുന്നത് 2/n+n ഈവൻ നമ്പർ ആണ്. പക്ഷേ അവസാനം 1 കുറച്ച് കഴിഞ്ഞാൽ അത് ഓഡ് നമ്പർ ആവുകയും ചെയ്യും. ഉദാഹരണത്തിന് 2/n+1 3+1 അത് 2/4 ആണ്. 2/4 എത്രയാണ്? 16 ആണ്. അപ്പൊ 16 നിന്ന് അവസാനം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ 1 അങ്ങോട്ട് മൈനസ് ചെയ്യും. അപ്പൊ 15 ആവും. അപ്പം ഇവിടെ 2/n എന്നതിന്റെ ഭാഗം ഈവൻ നമ്പറും ഇരട്ട സംഖ്യയും 2/n+1 വീണ്ടും ഇരട്ട സംഖ്യയായിട്ട് വന്നിട്ട് പിന്നെ അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന ഓഡ് നമ്പറും തമ്മിൽ ഗുണിച്ചിട്ടാണ് ഈ 2016 കിട്ടുക എന്ന സാധ്യത കാര്യം മനസ്സിലായി. അപ്പൊ ഏത് ഇരട്ട സംഖ്യയാണ് ഏത് ഒറ്റ സംഖ്യയാണ് ഗുണിച്ചത് എന്നറിയാൻ ഈ 2016 നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഒരു ഇരട്ട സംഖ്യയാണ് 2016 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാമല്ലോ. അപ്പൊ നമ്മൾ ഇതിനെ 2 കൊണ്ട് ഹരിച്ചു. 2016 പകുതി പറയും. അതിനാണ് കോഫേഴ്സ്. 1008 പറയാനുണ്ട് മടിയാ നൽകി. നിങ്ങളിങ്ങനെ ഉണ്ടത്തില്ല. ഞാൻ ക്ലാസ്സിൽ രാവിലെ വെക്കൂല, ഞാനും ഒഴിവാക്കുന്നത്.
ക്ലാസ് സ്മാർട്ടായിട്ട് പറയുന്നവർക്ക് രാവിലെ ക്ലാസ്. ശരി, ഇനി 1008 വീണ്ടും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 504. 504. കോഴ്സ് കുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. പറയാനാണ്ട് മറുപടി പറയാനാണ്ട് വൈമനസ്യം. ഇത്തരം കുട്ടികൾക്ക് ക്ലാസ് വേണ്ടിയില്ലല്ലോ. ഞാൻ ക്ലാസ് നിർത്താൻ പോവാണ്. ഇനി 504 വീണ്ടും 2 കൊണ്ട് 252. അങ്ങനെ വരട്ടെ. 282 വീണ്ടും 2 കൊണ്ട് 126. അതിനെ വീണ്ടും 2 കൊണ്ട് 62. 63. 63 ആണ്. 63 ആണ്. 63 വീട്ടിൽ നിന്ന് ബാക്ടറീസ് ചെയ്ത് 3 കൊണ്ടൊക്കെ ബാക്ടറീസ് മുന്നോട്ട് പോകാം. പക്ഷെ അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. കാരണം ഇവിടെയുള്ള ഓഡ് നമ്പറിന്റെ ഭാഗമായ 63 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈവൻ നമ്പറിന്റെ ഭാഗമേ ഓഡ് നമ്പറിന്റെ ഭാഗമായ 63 ആണ് ഇവിടെ ഓഡ് നമ്പർ എന്ന് മനസ്സിലായത്. ആ 63 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചിട്ടാണ് അവസാനം 2016 കിട്ടിയെന്ന് മനസ്സിലായത്. എങ്കിൽ ഈ ഈവൻ നമ്പറിന്റെ ഭാഗം അല്ലെങ്കിൽ എന്തിന്റെ ഭാഗം കണ്ടുപിടിക്കാൻ 2, 1, 2, 3, 4, 5 പ്രാവശ്യം എഴുതി ഗുണിച്ചിട്ടുണ്ട്. 2/5 എന്ന സംഖ്യ 63 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഈ 2016 കിട്ടിയത് എന്ന് വ്യക്തം. 2 5 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എനിക്കറിയാം 32 ആണ്. ഇനി ഞാൻ 32 ഒന്നും കണക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മളോട് ചോദിച്ചത് എല്ലിന്റെ വിലയാണ്. ഈ എല്ലിന്റെ വില ഇവിടെ കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയാണ്? 5. ഞാൻ മൈക്ക് ഓൺ ചെയ്യുന്നു. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു നോക്കട്ടെ. നിങ്ങൾക്ക് ഈ 5 വിദ്യ മനസ്സിലായ മക്കളെ? 5 കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. പോകാൻ നമുക്ക് അടുത്ത ചോദ്യം. ഇതൊക്കെ ചെറുതായിട്ട് പരീക്ഷയ്ക്ക് വരുന്നതാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യം കൂടി ഞാൻ പരിചയപ്പെടുത്തരാം. അതിന്റെ ഈസി മെത്തേഡ് പറഞ്ഞുതരാം. x plus 1/x is equal to 5. x square plus 1/x square എത്ര എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോ ഒരു സെക്കൻഡ് കൊണ്ട് മറുപടി കൊടുക്കാൻ ഇങ്ങനെ മാർക്കുള്ളൂ. ഈ 5 നമുക്ക് സ്ക്വയർ ചെയ്യും. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. ആ 25 2 മൈനസ് ചെയ്താൽ 23. അപ്പൊ നമ്മുടെ ഉത്തരം 23. ഇനി ഇങ്ങനെ ചോദിക്കാം. x plus 1/x is equal to 2. x square plus 1/x square എത്രയാണ്? 2. 2ന്റെ സ്ക്വയറിൽ നിന്ന് 2 മൈനസ് ചെയ്യണം. അപ്പൊ 4 2 വച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ്? ഇനി ഇത് തിരിച്ചു ചോദിക്കാം. x square plus 1/x square is equal to 7. x plus 1/x എത്ര എന്ന് ചോദിക്കാം. 3. ആലോചിച്ച് പറയാ എത്രയാണ്? 3. അതെങ്ങനെയാണ്? 7ന്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു, 9 കിട്ടുന്നു. 9ന്റെ സ്ക്വയർ റൂട്ട് ഇവിടെ എഴുതിക്കുന്നു. അവിടെയാണ് കൂട്ടുന്നു, സ്ക്വയർ റൂട്ട് കാണുന്നു. ഇവിടെ 2 സ്ക്വയർ കണ്ട് 2 കുറയ്ക്കുന്നു. അതാണ് അതിന്റെ എളുപ്പമാർഗം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് ചെയ്യേണ്ടത്, പ്രീവിയസ് ഇയറിലെ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തു വെക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യം തരാം. ആ ചോദ്യം നിങ്ങൾ ചെയ്തിട്ട് ഗ്രൂപ്പിലൂടെ അറിയിക്കേണ്ടതാണ്. ചോദ്യം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്.
ചോദ്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ക്ലാസ് വെക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. രാവിലെ ആവുമ്പോൾ കുട്ടികളെ കിട്ടുന്നില്ല. വളരെ വൈകുന്നേരത്തെ പറ്റി ക്ലാസ്സിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ശരി, ചോദ്യം എഴുതിക്കോട്ടെ. Question number 1. 3 raised to x plus 2 is equal to 729. ഇതിൽ എക്സിന്റെ വില എത്രയാണ്? ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, $60,500 എന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ അല്ലെങ്കിൽ ഹരിച്ചാലാണോ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക, പൂർണ്ണവർഗ സംഖ്യ ആവുക? ഞാൻ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഓപ്ഷൻസ് ആർ 121, 11, 605 and 5. 60,500 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണോ അല്ലെങ്കിൽ ഇതിലേത് സംഖ്യ കൊണ്ട് ഹരിച്ചാലാണോ, ഏത് ചെറിയ സംഖ്യ കൊണ്ടൊന്നും കൂടി ഉണ്ട്, ഹരിച്ചാലാണോ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുക അല്ലെങ്കിൽ പൂർണ്ണവർഗ സംഖ്യ ആവുക എന്നതാണ് ആ ചോദ്യം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 14:100 into 19:100 into 24:101 into 29:101. ഇതിന്റെ യൂണിറ്റ് പ്ലേസ് ഒറ്റയുടെ സ്ഥാനത്തെ അർത്ഥം എത്രയാണ്? അങ്ങനെ 3 ചോദ്യമാണ് വരുന്നത്. ഓപ്ഷൻസ് ആർ 6, 4, 9 and 1. ജോസ്, ആ 3 ചോദ്യം ഒന്ന് വായിച്ചിട്ടുണ്ടോ? 3 raised to x plus 2 is equal to 729. What is the value of x? Second question, 60,500 എന്ന സംഖ്യ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നത് ഏത് സംഖ്യയിലാണ്? ഓപ്ഷൻസ് ആർ 121, 11, 605, 5. Next, third question, 14 raised to 100 into 19 raised to 100 into 24 raised to 101 into 29 raised to 101. യൂണിറ്റ് എന്നതിന്റെ സമയ യൂണിറ്റ് പ്ലേസിലെ അക്കം ഏത്? ഓക്കെ, ഇതിലെ യൂണിറ്റ് പ്ലേസിലെ അക്കം. അപ്പോ ഇത് അറിയില്ലെങ്കിൽ ഓരോ സ്ഥലത്തിന്റെ കാര്യം മനസ്സിലാക്കുക. 4ന്റെ കൃതി 100 ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്താണ് നിങ്ങൾ തീരുമാനിക്കുക? 9ന്റെ കൃതി 100 ആകുമ്പോൾ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആകുമ്പോൾ അവസാനത്തെ അർത്ഥം ഏതാണ് നിങ്ങൾ തീരുമാനിക്കുക? 4ന്റെ വീണ്ടും ഒറ്റ സംഖ്യ വന്നു, 9ന്റെ ഒറ്റ സംഖ്യ വന്നു. അപ്പൊ സംഗതി എളുപ്പമാണ്, പക്ഷെ അത് ഓരോന്നും പഠിച്ചു വെക്കണം. ഇപ്പൊ പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 4ന്റെ പവർ ഒറ്റ സംഖ്യ ആണെങ്കിൽ 4ൽ അവസാനിക്കും, 4ന്റെ പവർ ഇരട്ട സംഖ്യ ആണെങ്കിൽ 6ൽ അവസാനിക്കും എന്നാണ്. ഇനി അടുത്തത് 9ന്റെ കാര്യം നോക്കുമ്പോൾ 9ന്റെ പവർ 1ൽ അവസാനിച്ചാൽ ഒറ്റയിൽ അവസാനിച്ചാൽ 9ന്റെ പവർ ഇരട്ടയിൽ അവസാനിച്ചാൽ നമുക്ക് 2 9കളുണ്ടെങ്കിൽ അത് 81 1ൽ അവസാനിക്കും. അപ്പൊ പവർ ഓഫ് 9 is an odd number. The unit place will be 9.
പവർ ഓഫ് ട്രൈനേഴ്സിൽ ഈവൻ നമ്പർ യൂണിറ്റ് പ്ലേസ് 1 ആയിരിക്കും. ഇനി 4 9 എല്ലാവരും ഒരേ സംഖ്യയിൽ പറയില്ലേ? 2 ഉണ്ട്, 3 ഉണ്ട്, അതേപോലെ 4 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ആ 9 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇത്രയും സംഖ്യകളും കൂടി പവർ ഇത്രയാകുമ്പോൾ എങ്ങനെ വരും? അതിൽ 2 ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. 2 3 7 8 എന്നിവയുടെ പവർ എഴുതുമ്പോൾ 4 പ്രാവശ്യം വരുമ്പോഴാണ് മാറി വരുന്നത്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതിന്റെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ കേരളത്തിന് മുമ്പ് 15 മിനിറ്റ് മുമ്പ് കോമേഴ്സ് തരാൻ താല്പര്യമുള്ള 1 2 കുട്ടികൾ മുന്നോട്ട് വരിക. അങ്ങനെയാണെങ്കിൽ മറുപടി പറയാനൊക്കെ സൗകര്യമാണ്, ആൾ കിട്ടും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു ചോദിക്കണം. നിങ്ങളുടെ സംശയം കേട്ടാൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയും ചെയ്യാം. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം നേരിടുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.